നമസ്കാരം. കാനഡയിലെ ടൊറന്റോയിലുണ്ടായ അപകടത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. സോഷ്യൽ മീഡിയയിൽ അടക്കം യാത്രക്കാരുടെ അത്ഭുത രക്ഷപ്പെടലിനെ കുറിച്ചുള്ള വീഡിയോകൾ വൈറലാണ്. പീറ്റ് കുക്കോവ് എന്ന യാത്രക്കാരി തന്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം വൈറലാവുന്നത്. വിമാനം തകർന്നതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ നിന്നും യാത്രക്കാരെ രക്ഷപ്പെടുത്തിയതിന്റെ വീഡിയോ ആണിത്. ഫയർ എഞ്ചിന് പുറത്തേക്ക് വെള്ളം ശക്തമായി ഒഴിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ജീവിച്ചിരിക്കുന്നതിൽ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്നാണ് യാത്രക്കാരി പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. വിമാന ജീവനക്കാർ ഇടപെട്ട് വിമാനത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതും കാണാം. വിമാനം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വെള്ളം ശക്തമായി ചീറ്റുന്നുമുണ്ടായിരുന്നു. എന്റെ വിമാനം തകർന്നു, ഞാൻ തലകീഴായി മറിഞ്ഞു എന്നാണ് വീഡിയോയ്ക്ക് തലക്കെട്ടായി നൽകിയത്. സ്തബ്ധരായ യാത്രക്കാർ രക്ഷാപ്രവർത്തനത്തിനിടെ വിമാനത്തിൽ നിന്നും പുറത്തു കടക്കാൻ നെട്ടോട്ടമോടുന്നത് വീഡിയോയിൽ കാണാം. കാനഡയിലെ ടൊറന്റോയിൽ നടന്ന വിമാന അപകടത്തിൽ ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം തലകീഴായി മറിഞ്ഞു. മിനിയാപോളിസിൽ നിന്നും ടൊറന്റോയിലേക്കുള്ള ഡെൽറ്റ 4819 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ 15ഓളം യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ നില ഗുരുതരമാണെങ്കിലും അപകടത്തിൽപ്പെട്ട ഭൂരിപക്ഷം യാത്രക്കാരും കൂളായി പുറത്തിറങ്ങി സെൽഫി വരെ എടുത്തു. ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് തിങ്കളാഴ്ച അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകട സമയത്ത് 76 യാത്രക്കാരും 4 ക്രൂ മെമ്പേഴ്സുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പിയൽ റീജിയണൽ പാരാമെഡിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കുട്ടിയടക്കം 15 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ലാൻഡ് ചെയ്ത സമയത്ത് പ്ലെയിൻ തെന്നി മറിയുകയായിരുന്നു എന്നാണ് CBC ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപകടത്തിൽപ്പെട്ട ഭൂരിഭാഗം പേരും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെടുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മണിക്കൂറുകളോളം നിർത്തിവെച്ചു. ഇപ്പോൾ വീണ്ടും വിമാന ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്നലെ ടൊറന്റോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടത്തിൽ ചുരുങ്ങിയത് 15 പേരെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഡെൽറ്റയുടെ 4819 വിമാനം അപകടത്തിൽപ്പെടുവാൻ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിലും ഇന്നലെ ഉച്ച മുതൽ ടൊറന്റോയിൽ അതിശക്തമായ കാറ്റുണ്ടായിരുന്നു. മണിക്കൂറിൽ 40 മൈൽ വരെ വേഗത്തിലായിരുന്നു കാറ്റ് ആഞ്ഞടിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണ്. ശക്തമായ കാറ്റിൽ വിമാനം ആടി ഉലഞ്ഞതാവാം അപകട കാരണമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. യാത്രക്കാരുടെ അനുഭവവും ഇത്തരമൊരു സാധ്യതയാണ് ശരിവയ്ക്കുന്നത്. ബൊംബാർഡിയർ CR900 വിമാനം എൻഡവർ എയർ എന്ന ഒരു പ്രാദേശിക വിമാന കമ്പനിയായിരുന്നു പ്രവർത്തിപ്പിച്ചിരുന്നത്. മിനിയാപോളിസ് ആസ്ഥാനമുള്ള ഡെൽറ്റ എയർലൈൻസിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത്. 76 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സെയിന്റ് പോളിൽ നിന്നും ടൊറന്റോ പിയേഴ്സൺ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് എൻഡവർ 4819 വിമാനം അപകടത്തിൽപ്പെട്ടതായി ഡെൽറ്റ എയർലൈൻസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. തങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അവ പരസ്യപ്പെടുത്തുമെന്നും കമ്പനി അറിയിച്ചു. വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. മഞ്ഞുമൂടിയ ഹൈവേയിൽ തലകീഴായി മറിഞ്ഞു കിടക്കുന്ന വിമാനത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിമാനത്തിന് പുറത്തു കടന്ന യാത്രക്കാർ മഞ്ഞ് പുതച്ച പാതയിലൂടെ വിമാനത്തിൽ നിന്നും ഓടി അകലുന്ന ദൃശ്യങ്ങളും ലഭ്യമാണ്. വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത ഉടൻ അതിന് സമീപത്തെത്തിയ എമർജൻസി ടീം വിമാനം അഗ്നിക്കിരയാവുന്നത് തടയാൻ അതിലേക്ക് ഫോം സ്പ്രേ ചെയ്തിരുന്നു. വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ അതിന് തീപിടിച്ചെങ്കിലും അത് അണയ്ക്കാനായത് വൻ ദുരന്തം ഒഴിവാക്കി. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരാണ് ഈ അപകട വിവരം ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്.